വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിന്നസ് വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു നൈറ്റ് വാട്ടർ ഈറ്റിംഗ് ഡേ ആണ്. നൈറ്റിൽ മാത്രം ഞാനിപ്പോൾ നൈറ്റിൽ ഇങ്ങനെ ഞാൻ എന്തൊക്കെ കഴിക്കണോ അങ്ങനത്തെ ഇതാണ്. മോർണിംഗ് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതെടുത്തിട്ട് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വെച്ചാൽ എനിക്ക് രാത്രി ആകുമ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ മോർണിംഗിൻ്റെ നാളെ ഇടും. അത് നമുക്ക് ഫസ്റ്റ് എന്നുവെച്ചാൽ മുടിയൊക്കെ കൊണ്ടുപോയിട്ട് കെട്ടി വെച്ചിട്ട് അപ്പം ഫസ്റ്റ് ഞാൻ കഴിക്കുന്നത് ഫ്രൂട്ടോജിയൻ്റെ ഗ്രേപ്പ് പറഞ്ഞ ഫ്ലേവറാണ്. ഞാനൊന്ന് കഴിക്കട്ടെ. പിന്നെ ക്യാമറാമാൻ ഇവിടെ ഇല്ല. ഇതെന്നെ മൂത്ത ചേച്ചി പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. നമ്മളിത് പൊളിച്ച് നമുക്കിത് സ്പൂൺ എടുത്തിട്ട് കഴിച്ചു നോക്കാം. അത് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഇത് കുടിച്ചിട്ട് കാണാം. അപ്പോ അയ്യോ കുടിച്ചിട്ട് കാണാന്ന് പറയുന്നത് സോറി. ഞാൻ ഇനിയും ഇത് കഴിച്ചിട്ടുള്ള എത്ര പേര് പറയട്ടെ. ഈ സ്ട്രോബെറി ഫ്ലേവർ കഴിച്ചില്ല. ഞാൻ ഇതിൻ്റെ ഒരു മാംഗോ ഫ്ലേവർ കഴിച്ചിട്ടുണ്ട്. മാംഗോ ഒക്കെ നല്ല ഇഷ്ടമാണ്, പക്ഷെ സ്ട്രോബെറി ഏതായിട്ട് കഴിക്കണം. പോയിൻ്റേതായ അതുണ്ടാവും. ഇതില് ഗ്രേപ്പ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടുണ്ടാവും. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടിയും ബെറ്റർ തോന്നി മാംഗോ ആട്ടോ. മാംഗോയിലും ചെറുതല്ല, ഒരു ഇങ്ങനെ അച്ചാറിലൊക്കെ ഇട്ടില്ല, ഇത്ര 3 പീസ് അത്ര 3 പീസൊക്കെ ഉണ്ടാവുക. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പലയിടത്തും പല റേറ്റിലാവും. അപ്പോൾ ഞാനിത് കുടിക്കട്ടെ, കുടിച്ചിട്ട് കാണാം. അപ്പം ഗൈസ് സ്പൂണൊക്കെ ആയിട്ട് കുടിച്ചിട്ട് മതിയായി. സ്പൂണിട്ട് കുടിച്ചിട്ട് വരും നമ്മൾ മോന്തി കുടിക്കും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണേ. ഇതുവരെ കുറേ വ്യൂസ് ഉണ്ട്, പക്ഷെ ലൈക്കും സബ്സ്ക്രൈബും ഇല്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഗിവ് അവേ ഉണ്ട്. 1K സബ്സ്ക്രൈബേഴ്സായ ഗിവ് അവേ ഉണ്ട്. വെറുതെ അല്ല, ഗിവ് അവേ ഉണ്ട്. അപ്പോൾ ഞാനത് ഫുള്ള് കുടിച്ചെടുക്കട്ടെ, കുടിച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് കറണ്ടൊക്കെ പോയി. നമ്മൾ എമർജൻസി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ക്ലാരിറ്റി കുറവുണ്ടാവും, ക്ഷമിക്കണം. അപ്പോൾ ഞാനിന്നൊരു എൻ്റെ സ്റ്റഡി റൂട്ടീൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്ത സബ്ജക്റ്റ്, എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ്, ദിസ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾക്കിൻ്റെ സോഷ്യൽ സയൻസിൽ കുറച്ച് കാര്യങ്ങളുണ്ട് പറയാം. അപ്പോൾ നമ്മൾക്ക് എടുക്കുന്ന പാഠം എന്ന് വെച്ചാൽ ദിസ് ചാപ്റ്റർ ഈ ഗ്ലോബിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ പാടെടുത്ത് ഈ ഗ്ലോബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഗ്ലോബിനെ കുറിച്ചിട്ട് ഇതാക്കാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം, എൻ്റെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും ബൈ. അപ്പോൾ ഗൈസ് ഞാനൊക്കെ എടുത്ത് വന്നു. ഇതാണ് എൻ്റെ ബുക്ക്. ഈ ബുക്കിലാണ് എൻ്റെ സകലമായ കാര്യങ്ങളും ചെറിയ ഡീറ്റെയിൽസ് വരെ ഗൈസ്.
എൻ്റെ കഴിഞ്ഞ കൊല്ലത്തേന്ന് ഈ ബുക്ക് ഫസ്റ്റ് തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗൈസ് പൂച്ച വന്നിട്ട് ബോക്സ് ഇട്ടിട്ട് അപ്പോൾ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട്. അപ്പൊ തന്നെ ഞാൻ അടുത്ത വിടരുത്. ഇതാ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കഴിഞ്ഞിട്ട് പ്രീ ടെസ്റ്റ് എടുത്തതിൻ്റെ കുറച്ച് മാർക്കാണ് നിങ്ങൾ കാണാൻ പാടില്ല. അല്ലേ കുറച്ച് മാർക്കൊക്കെ ഉണ്ട്. നമ്മളെ ചേച്ചി ഇതാ മറ്റു സകലമായ കാര്യങ്ങൾ ഇതിലാണ് കണ്ടു. ഹിന്ദി അക്ഷരമാല വരെ ഇതിലുണ്ട്. നിങ്ങൾക്ക് പ്രത്യേക സാഹചര്യത്തിൽ വന്നാലോ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് തന്നെ ഇതിലുണ്ട്. സബ്ജക്റ്റ് ഇല്ല, ഒരു കഥ തന്നെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. 2 പേജ് കഥ അത്രയ്ക്കും ഉണ്ട്. പിന്നെ 1 2 3 4 ഒക്കെ ഉണ്ട്. ഇവിടുന്നൊക്കെ നോക്കണമെങ്കിൽ ഇപ്പത്തെ കിട്ടണമെങ്കിൽ കുറച്ച് മറിക്കണം. കണ്ടു കുറേ ഉണ്ട്. അതാ കുറേ എണ്ണം ഇവിടെ വിട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ കളികളുണ്ട്. ഇപ്പത്തെ എടുക്കാണ്. ഇപ്പോഴത്തെ ഇതാ soda water is made by dissolving carbon dioxide gas in water. Okay. കറണ്ട് വന്നു ഗൈസ്. അയ്യോ, അപ്പോൾ നമ്മൾ എമർജൻസി ഓഫ് ആക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് കറണ്ടൊക്കെ വന്ന് എമർജൻസി ഒക്കെ ഓഫാക്കി വെച്ചു. അപ്പോൾ പിന്നെതാ the bubbles are dissolving release of carbon dioxide. The soda water bottle is opened. ഇപ്രാവശ്യം തന്നെ ഒരു 5-6 പേജെങ്കിലും എക്സാമിനുണ്ടാവും. പേജല്ല, പാഠം തന്നെ ഉണ്ട്. പിന്നെ സാൻസ്ക്രിറ്റോ ഹിന്ദിയോ എല്ലാം കൂടി ഭ്രാന്ത് പിടിക്കും. ഇപ്പുറത്ത് ഇവിടെ ലേറ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. ഇങ്ങനെ മരിക്കുന്നതിലൂടെ ലേറ്റ് വരും. അപ്പം നമ്മൾ അതിൻ്റെ നമുക്ക് ഇതിൽ ഒരു കാര്യം കണ്ടു ഗൈസ്. നമ്മൾ ഇത് എഴുതുന്നത് പെൻസിലോണ്ടാണ്. ബുക്ക് കയ്യിൽ പെൻസിലോണ്ട് എഴുതുന്നത്. ഞാൻ ഫസ്റ്റ് എഴുതുന്നത് ഭ്രാന്ത് വൃത്തിയാ. അപ്പോൾ ഗൈസ് സോഷ്യൽ സയൻസിൽ കുറച്ച് പിള്ളേരെ കണ്ടു. ഞാൻ എൻ്റെ നോട്ട് കൊണ്ടുപോയില്ല. അപ്പം അതിൻ്റെ അത്യാവശ്യം എനിക്ക് എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിട്ട് പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഞാനിതിൽ എടുത്തുകയുള്ളൂ.
എഴുതിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ എഴുതിയെടുത്തു. എനിക്ക് പെൻസിലായിട്ടല്ല എഴുതിയിരുന്നത്, ഞാൻ പേനായിട്ട് എഴുതിയിട്ടുണ്ട്. കണ്ടു, എഴുതിയെടുത്തു. അപ്പോൾ എൻ്റെ സ്റ്റഡി റൂട്ടീൻ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഒരു ഫുഡ് കഴിക്കുന്ന വീഡിയോ എന്നല്ല, ഇനി സ്റ്റഡി റൂട്ടീൻ ഇത്രയേ ഉള്ളൂ. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫുഡ് വെച്ചിട്ട് ഒരു ഫുഡ് ഡെയിലി കഴിക്കാൻ പറ്റും വെച്ചാൽ മോർണിംഗ് ടു നൈറ്റ് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടിയാണ് അവൾ ചോദിച്ചു ഞാൻ ചെയ്യാൻ പറ്റും പറഞ്ഞു. നോക്കട്ടെ പറഞ്ഞു. ചട്ടി ഉണങ്ങിയിട്ട് ഇത്ര ആയിട്ടല്ലോ, നോക്കട്ടെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചത് നിങ്ങൾക്ക് ഗൈസ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ ഞാൻ ഇന്നത്തെ സ്റ്റഡി റൂട്ടീൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ കട്ടെ. അപ്പോൾ ഞാൻ ചോറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് തത്ത് വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ബൈ. അപ്പോൾ എൻ്റെ ചോറ് വഴക്ക് കഴിഞ്ഞു. ഞാനിത് കട്ട വളർത്തുന്നത് അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.